ഒമാനെ ബോംബെറിഞ്ഞ് തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ഇറാന് കൈകൊടുത്ത് സുൽത്താന്റെ മാസ് മറുപടി പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ. പശ്ചിമേഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങളെ പരിപൂർണമായി മാറ്റിമറിച്ചുകൊണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ നയതന്ത്ര യുദ്ധം മുറുകുന്നു. അമേരിക്ക പറയുന്നത് കേട്ടില്ലെങ്കിൽ ഒമാനെ ബോംബെറിഞ്ഞ് തകർക്കും എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യമായി സൈനിക ഭീഷണിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പ്രവൃത്തിയിലൂടെ മറുപടി പറഞ്ഞിരിക്കുകയാണ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. എന്താണ് ട്രംപിനെ ചൊലിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും സംബന്ധിച്ച് ഒമാനും ഇറാനും സംയുക്ത കരാറിലെത്തുന്നു എന്ന വാർത്തയാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. അന്താരാഷ്ട്ര കപ്പൽപാതയായ ഇവിടെ ആരുടെയും മേധാവിത്വം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഒമാൻ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്ന അതീവ ഗുരുതരമായ ഭീഷണിയാണ് വൈറ്റ് ഹൗസിൽ മുഴക്കിയത്. ഒരു പരമാധികാര രാഷ്ട്രത്തിനു നേരെ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ ഈ ഗുണ്ടായിസം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭീഷണിക്ക് മുന്നിൽ ഒമാൻ തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈത്തം ബിൻ താരിഖ് ഇറാനുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ അടിയന്തരമായി ശക്തമാക്കാനുള്ള ഔദ്യോഗിക എക്സിക്യൂട്ടീവ് ഡിക്രിയിൽ ഒപ്പുവെച്ചു. വെറുമൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ US ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി ഇറാനിയൻ വ്യാപാരങ്ങളുടെ പണമിടപാടുകൾ സുഗമമാക്കാൻ ഒമാനിലെ സുപ്രധാന ബാങ്കുകളുടെ തലപ്പത്ത് ഒമാൻ സർക്കാർ മിന്നൽ അഴിച്ചുപണികൾ നടത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി UAE ഇറാനുമായുള്ള പല വ്യാപാരങ്ങളും പരിമിതപ്പെടുത്തിയതോടെ ആ വലിയ വിപണി ഏകദേശം $25 മില്യൺ ബിസിനസ് ഒമാൻ സ്വന്തമാക്കുകയാണ് ചെയ്തത്. ഹോർമൂസ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമുള്ള ഇറാനും ഒമാനും സാമ്പത്തികമായി ഒന്നിക്കുന്നത് തങ്ങളുടെ ആധിപത്യത്തിന് തിരിച്ചടിയാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. വർഷങ്ങളായി പശ്ചിമേഷ്യയിലെ തർക്കങ്ങളിൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥൻ ആയിരുന്ന ഒമാനെ ട്രംപിന്റെ ഭീഷണി ഇപ്പോൾ ഇറാന്റെ ചേരിയോട് അടുപ്പിക്കുകയാണ് ചെയ്തത്. കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഒമാന്റെ ഈ സുപ്രധാന നീക്കം എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ ഭീഷണിയെ അവഗണിച്ച് ഒമാൻ എടുത്ത ഈ ധീരമായ തീരുമാനം പശ്ചിമേഷ്യയിൽ പുതിയൊരു സഖ്യത്തിന് വഴി തുറക്കുമോ അതോ ട്രംപ് എടുത്ത സൈനിക നീക്കത്തിലേക്ക് കടക്കുമോ ലോകം ഉറ്റുനോക്കുകയാണ്. ലോകം ഉറ്റുനോക്കുമ്പോഴും ഇതിനിടയിലൂടെ ചൈനയുടെ വമ്പൻ സാമ്പത്തിക നേട്ടമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.